സർ, അണ്ണാമലൈ തിരിച്ചു വരുമോ? അത് തിരിച്ചു വരുമോ എന്ന് ബബിത് ചോദിക്കണ എന്തർത്ഥത്തിലാണ്? അദ്ദേഹം എങ്ങും പോയിട്ടില്ലല്ലോ, തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. അദ്ദേഹം BJP-യുടെ ഒരു സമുന്നത നേതാവാണ് തമിഴ്നാട്ടിൽ. ദേശീയ തലത്തിലും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിൽ എന്തർത്ഥത്തിലാണ് ചോദിച്ചത്? അതായത് നമുക്ക് NDA-യുടെ ഈ പ്രാവശ്യത്തെ തമിഴ് ഇലക്ഷനിൽ പോലും നിലവില് നമുക്ക് ഒരു അണ്ണാമലൈയുടെ ഒരു ടച്ച് കാണാനുണ്ടായിരുന്നില്ലല്ലോ. കൂടുതലും പളനിസ്വാമിയെ പോലുള്ളവരുടെയൊക്കെ ഒരു കടന്നുകയറ്റം വന്നിട്ടൊരു അതായത് അണ്ണാമലൈ ഒരു സൈഡിലേക്ക് പോയോ എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പല സമയത്തും. അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ട ഒരു അണ്ണാമലൈ ടച്ച് നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഇനി അണ്ണാമലയാണോ വിജയെ പോലുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസിനെയൊക്കെ നേരിടാൻ അണ്ണാമലൈ അല്ലാണ്ട് വേറൊരാള് തമിഴകത്തില്ലല്ലോ ഇനിയിപ്പോ നിലവില് BJP-ക്ക്. അത് ഇപ്പോ നമ്മളതൊരു രണ്ട് ആംഗിളിൽ വേണം കാണാനായിട്ട്. ഈ അണ്ണാമലൈ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ തമിഴ്നാട്ടിലെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർക്ക് പേടിയാണ്. ഒന്ന് MK സ്റ്റാലിനും അതേപോലെ എടപ്പാടി പഴനിസ്വാമി. കാരണം സ്റ്റാലിനെതിരെ അദ്ദേഹം അണ്ണാമലയെ കൊണ്ടുവന്ന അലിഗേഷൻസ്, കറപ്ഷൻ അലിഗേഷൻ, അഴിമതി ആരോപണങ്ങളൊക്കെ വളരെ ശക്തമായ തെളിവുകളോടെയാണ് അദ്ദേഹം ഗവർണർക്ക് കൈമാറിയത്. പിന്നെ അത് കൂടാതെ അദ്ദേഹം AIADMKയ്ക്കും നല്ല ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട്. പഴനിസ്വാമിയുടെ എല്ലാ അഴിമതി കൃത്യങ്ങളെ കുറിച്ചും അദ്ദേഹം ഗവർണർക്ക് കടലാസ് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും DMK-യുടെ സ്റ്റാലിനും AIADMK-യുടെ പഴനിസ്വാമിക്കും അവരുടെ കസേര ആടി ഉലയുന്നത് അനുഭവപ്പെട്ടു. അധികാരത്തിലില്ലാത്ത ഈ അണ്ണാമലൈ ഇത്രയും ചെയ്യുമെങ്കിൽ അധികാരം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിട്ട് പഴനിസ്വാമിക്കും സ്റ്റാലിനും ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, AIADMK-ക്കാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അണ്ണാമലയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിയത്. 3 വർഷം കഴിഞ്ഞിരുന്നു പ്രസിഡന്റ് പദവിയിൽ. അപ്പൊ 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി. പകരം കൊണ്ടുവന്ന ആള് ഈ നയിനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന AIADMK എന്ന് പുറത്താക്കിയ നേതാവാണ്. അയാള് സ്വന്തം കഴിവുകൾ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞാണ്. അയാളിപ്പോ അവസാനമായിട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരു വകയും കിട്ടിയില്ല. BJP-യുടെ ഒരു നീലഗിരി എന്നൊക്കെയുള്ള ഒരു ഭോജരാജൻ എന്ന് പറഞ്ഞ ആള് 900 വോട്ടിന് ജയിക്കുകയോ അത് മാത്രമേ ഉണ്ടായുള്ളൂ. 25 സീറ്റിലെങ്ങാണ്ട് BJP മത്സരിച്ച് ഈ ഒരിടത്ത് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ, 24 തോറ്റു. അപ്പൊ അത് AIADMK-യുടെ സംഘടന പോരായ്മ ഒന്നുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, അണ്ണാമലയെ AIADMK-യുടെ പ്രചരണ വേദികളിൽ നിന്നും മനഃപൂർവ്വം ഒഴിച്ചു നിർത്തി. കാരണം ഈ എടപ്പാടി പഴനിസ്വാമിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പില് BJP തോറ്റ് തുന്നമാടി. പിന്നെ വേറൊന്നുള്ളത്, അദ്ദേഹത്തെ പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോ ഇയാളെ 3 വർഷത്തെ കാലാവധിക്കാണ് ഇയാൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആര്? ഈ നയിനാർ നാഗേന്ദ്രൻ. അത് കഴിയുന്നവരെ അദ്ദേഹത്തിനെ അണ്ണാമലയെ തമിഴ്നാട്ടിലേക്ക് സംസ്ഥാന പ്രസിഡന്റായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതല്ലെങ്കിൽ നയിനാർ നാഗേന്ദ്രനെ ആരെങ്കിലും കൊല്ലണം. അപ്പൊ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജന്റായിട്ടൊരു വേക്കൻസി വരും. ആ വേക്കൻസിയിൽ വേണമെങ്കിൽ നമുക്ക് അണ്ണാമലയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറൊരു കാര്യമുള്ളത്, അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുമായിരിക്കും. കേന്ദ്ര മന്ത്രിസഭയിൽ ഉടനെ തന്നെ ഒരു അഴിച്ചുപണി ഉണ്ടാവും എന്നറിയാമല്ലോ. ഇപ്പൊ നമ്മുടെ ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ അവിടെ പോയിട്ടുണ്ട് രാജ്യസഭാ മെമ്പറായിട്ട്. അപ്പൊ അയക്കൊരു മന്ത്രിപദം കൊടുക്കണ്ടേ? മന്ത്രിപദം ഇല്ലാണ്ട് നിതീഷ് കുമാറിനൊന്നും ജീവിക്കാൻ പറ്റൂലല്ലോ. മന്ത്രിപദം അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ജനസേവനം ചെയ്യണ്ടേ? ജനസേവനത്തിന് ഇവർക്ക് അധികാരം വേണം. അധികാരം എന്ന് പറഞ്ഞാൽ ചില്ലറ അധികാരമൊന്നും പോരാ, നല്ല അധികാരം വേണം. അപ്പൊ അതുകൊണ്ട് ഇയാളെ ഈ നിതീഷ് കുമാറിനെ കേന്ദ്രമന്ത്രിയാക്കും. അപ്പൊ അതിനൊപ്പം ഇദ്ദേഹത്തിനെ അണ്ണാമലയെയും കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും BJP എന്ന് പറയുന്ന പാർട്ടി തമിഴ്നാട്ടില് അണ്ണാമലയോട് ചെയ്ത ഒരു അനീതിയല്ലേ?
അനീതി എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോ ഈ സഖ്യ രാഷ്ട്രീയ കക്ഷികളില്ലേ, രാഷ്ട്രീയ സഖ്യങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അവർക്ക് ചിലരെ മാറ്റി നിർത്തേണ്ടി വരും സഖ്യ കക്ഷികളെ പ്രണയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഇവിടെ കേരളത്തിലും ചെയ്തിട്ടില്ലേ? കേരളത്തിലെ പല BJP നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തേണ്ടി വന്നില്ലേ ഈ 2020 അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പാവ ഗോപാലകൃഷ്ണൻ ഇവിടെ മത്സരിക്കാനിരുന്നാലേ എന്താ നമ്മുടെ കൊടുങ്ങല്ലൂര്, അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഓടിച്ച് ഗുരുവായൂർ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് തോറ്റോളാൻ പറഞ്ഞു. അതുപോലെ അങ്ങനെ കുറെ പേര് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ പറഞ്ഞ പാർട്ടിയിൽ തിരിച്ചു വന്നാൽ ഈ പഴയ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടിയുടെ ഒരു കീ പോസ്റ്റ് തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ടോ BJP-യിൽ ഇനി? ഭവിത, അദ്ദേഹം പാർട്ടി വിട്ട് എങ്ങും പോയിട്ടില്ലല്ലോ. നമ്മുടെ കേരളത്തിലൊക്കെ ചില കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടല്ലോ, പാർട്ടി വിട്ട് പോകും തിരിച്ചു വരും, പാർട്ടി വിട്ട് പോകും തിരിച്ചു വരും. ചില സമയത്ത് ചില പാർട്ടി രൂപീകരിച്ച് പുതിയ പാർട്ടി രൂപീകരിച്ച് അത് 8 തട്ടി പൊട്ടുമ്പോ പിന്നെയും തിരിച്ചു വരും കോൺഗ്രസിലേക്ക്, പട്ടിചന്തയ്ക്ക് അല്ലേ. അതേപോലെയുള്ള അതുപോലുള്ള സിറ്റുവേഷൻ ഒന്നും അണ്ണാമലയ്ക്കില്ല. അദ്ദേഹം ഒന്നും പാർട്ടിയുടെ പാർട്ടിയുടെ ഗൈഡ് ലൈൻസിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം തുടങ്ങി വെച്ചൊരു ദൗത്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യാത്രകളിലൂടെ കൊണ്ടുവന്ന ഓരോ പദയാത്രകളായിട്ടും മറ്റു യാത്രകളായിട്ടും പാർട്ടീനെ ഒരു തമിഴ്നാട്ടിലെ ഒരു 1/3 BJP-യെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിലൂടെ അദ്ദേഹം പാർട്ടിക്ക് കൊടുത്ത അല്ലെങ്കിൽ പ്രവർത്തകർക്ക് കൊടുത്ത ഒരു ധൈര്യവും അല്ലെങ്കിൽ കൂടെ ഉണ്ടാകും, നമ്മളിപ്പോ പറയില്ലേ കൂടെ ഉണ്ടാകും കൂടപ്പിറപ്പായി എന്നുള്ള ഒരു അണ്ണാമലൈ ഒരു മെസ്സേജ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തമിഴ് ജനതയ്ക്ക്. ആ ഒരു ധൈര്യം ഇനി അദ്ദേഹം വീണ്ടും ഇത് ഒന്നീന്ന് തുടങ്ങേണ്ടി വരില്ലേ BJP-യുടെ അടിത്തട്ടിൽ നിന്ന് തന്നെ വീണ്ടും? കാരണം ഇങ്ങനെ ഒരു ഒന്നും വേണ്ടി വരില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു തമിഴ്നാട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയ നേതാവാണ്. കുറഞ്ഞൊരു കാലം കൊണ്ട് അദ്ദേഹം തമിഴ് ജനതയുടെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം നേടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ഹോളിഡേയ്സിന് പോയിട്ട് ഒരാൾ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അയാൾക്ക് ഉണ്ടായിരുന്ന സ്ഥാനം അതുപോലെ തന്നെ ആയിരിക്കും. അദ്ദേഹം പാർട്ടി വിട്ടിട്ടെങ്കിലും പോയില്ലായിരുന്നല്ലോ, പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പാർട്ടി പറഞ്ഞ അദ്ദേഹത്തോട് രാഷ്ട്രീയ സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ നയനാർ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ വിവരം കേട്ടവനെ കൊണ്ടുവന്ന് വെച്ചത് അതിനകത്ത്. പിന്നെ ഈ BJP-ക്കകത്ത് തന്നെ ആഭ്യന്തര കലഹം ഭയങ്കര ഉണ്ട് തമിഴ്നാട് BJP-യിലെയോ. കേരളത്തിലെ പോലെ തന്നെ രൂക്ഷമാണ് അവിടുത്തെ ആഭ്യന്തര കലഹം. കുറെ പേർക്ക് DMK-യുടെ കൂടെ പോകണം, കുറെ പേർക്ക് ADMK-യുടെ കൂടെ പോകണം. അതായത് പ്രോ DMK ഗ്രൂപ്പ് ഒന്ന്, പ്രോ ADMK ഗ്രൂപ്പ് ഒന്ന്, അതേസമയം പ്രോ BJP ഗ്രൂപ്പ് ഇല്ല BJP-ക്ക്. അതാ വിട്ടുപോയത്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന് തമിഴ് രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുപറ്റിയോ? അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ ആയ അമിത്ഷായ്ക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു കാലിടറിയോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താ പറയുക, ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പരീക്ഷണം വിജയിക്കാതിരിക്കുകയോ ചെയ്യപ്പെടും. അതിപ്പോ എല്ലായിടത്തും നടക്കുന്നതാണ്. ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിലെ മറ്റേ മഫ്തി മുഹമ്മദ് സയ്യദിന്റെ മകളെ അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയില്ലേ BJP. അപ്പൊ തവിടുപൊടിയായി, BJP തവിടുപൊടിയായി അവിടെ. അപ്പൊ അലയൻസ് വേണ്ടാന്ന് വെച്ചു. അതുപോലെ എന്താ പറയുക, പരീക്ഷണങ്ങൾ നടത്തി നോക്കുക എന്നുള്ളതാണ് ADMK BJP-യുടെ ലക്ഷ്യം. അത് അവർ പ്രതീക്ഷിച്ച പോലെ വിജയിച്ചിട്ടില്ല. അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറെ എണ്ണം ചാവണം BJP-ക്കകത്ത്. തമിഴ്നാട് BJP-യിൽ അവർ പോയി കഴിഞ്ഞാൽ മാത്രമേ തമിഴ്നാട് BJP നന്നാവുള്ളൂ. വലിയ കഷ്ടമാണ് അത് അതിനു മുമ്പ് നന്നാവാനായിട്ട്. ഇതാണ് യാഥാർത്ഥ്യം. യുവാക്കൾ മുഴുവൻ ഈ വിജയ്ക്ക് വോട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിൽ കൂടുതൽ യുവാക്കള് ഈ അണ്ണാമലൈ BJP-യുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ വോട്ട് ചെയ്തേനെ. പക്ഷെ സമ്മതിക്കില്ലല്ലോ. കാരണം അണ്ണാമലൈ ജീവിതത്തിൽ എന്താണോ അത് സിനിമയിൽ കാണിക്കുന്ന ഒരാൾ മാത്രമാണ് വിജയ്. അതെ, സിനിമയിൽ കാണിക്കുന്ന പോലെ എക്സാഗറേഷനോട് കൂടിയാണ്. ഒരു എന്താ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ അദ്ദേഹം സിനിമയിൽ കാണിക്കുന്നത്. അത് കണ്ടിട്ട് തമിഴ് ജനത ഇളകിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന തമിഴ് സിനിമയിലെ ജാക്കി ചാനോ അതല്ലെങ്കിൽ ബ്രൂസ് ലീ ഒക്കെയാണ്. ഇവർക്കൊക്കെ ഒരു സമയത്ത് 10-30 പേരെ ഇടിച്ച് പഞ്ചറാക്കാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്തിട്ടുള്ളത് വിജയാണ്, ജോസഫ് വിജയ്. അയാൾക്ക് പക്ഷെ അണ്ണാമലൈ ഒരു എന്താണ് നമ്മൾ പറയില്ലേ, ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. ജനങ്ങളുടെ ഹൃദയം അദ്ദേഹത്തിന് അറിയാം. അവരുടെ ഹൃദയത്തിൽ എന്താണ് എഴുതിയിരിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP പഴയ പോലെ BJP-യുടെ ഊർജം തിരിച്ചു കിട്ടും. അവര് കൂടുതൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും.
തമിഴ്നാട്ടിലെ പ്രശ്നം BJPക്ക് വോട്ട് കിട്ടാത്തത് അവിടുത്തെ ആൾക്കാർ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം അവരുടെ BJPയുടെ.